ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു മാസത്തോളമായി എന്ന് പറയാം നമ്മുടെ കൊച്ചടുക്കളയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അത്യാവശ്യം നല്ല ഫിറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ജോലിയൊക്കെ ചെയ്ത് തുടങ്ങാം. കുക്കിങ്ങും നമ്മുടെ ട്രാവൽ വ്ളോഗ്സും ഒക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്നും കുറച്ച് കാര്യങ്ങളുമായിട്ട് പോകാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഉണ്ടാക്കാം, നമുക്ക് രാത്രി ഡിന്നറിന് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണെന്ന് പറയാം. ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് ഡിന്നറായി മാറും. ഇത് ഇടിയപ്പമാണ്. പക്ഷേ ഇടിയപ്പം എന്നോ നൂലപ്പം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു വ്യത്യസ്തമായ ഒരു എന്താ പറയുക, ഒരു ബീട്രൂട്ട് ഇടിയപ്പവും അതിൻ്റെ കൂടെ ഒരു തക്കാളി സ്റ്റൂവും കൂടി ഉണ്ടാക്കാം. ടൊമാറ്റോ സ്റ്റൂ നല്ലൊരു കോമ്പിനേഷനാണ്. കാണാൻ മനോഹരമായ ഇടിയപ്പമായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. സിമ്പിൾ ടെക്നിക്സാണ്. ചെയ്ത് തുടങ്ങിയാലോ. അപ്പം മാവെല്ലാം റെഡിയാണത്. 2 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മുടെ അപ്പത്തിൻ്റെ പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒട്ടും തരിയില്ലാണ്ട് ഇടിയപ്പത്തിന് അതാണ് വേണ്ടത്. 2 കപ്പ് സെറ്റാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ അതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ അതിൻ്റെ പ്രോസസ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ തീപ്പെട്ടിയുമായി ആരംഭിക്കുന്നു. ഐശ്വര്യമായിട്ട് അടുപ്പ് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശമൊക്കെ തീർന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇംഗ്ലീഷ് മെഡിസിൻ, ഫിസിയോതെറാപ്പി കുറച്ച് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഞാൻ ആയുർവേദത്തിൻ്റെ കുറച്ച് ഒരു റിജുവിനേഷൻ പ്രോസസ്സിലാണ്. ചെറുതായിട്ട് ഒരു എന്താ പറയുക, സിമ്പിളായിട്ട് നമുക്ക് ഈ അസുഖവുമായി ബന്ധപ്പെട്ടതിനെക്കാട്ടിലും കൂടുതലായിട്ട് റിജുവിനേഷൻ പ്രോസസ്സ്, കാലിൻ്റെ ബലമൊക്കെ കുറച്ചുകൂടി കൂടാനും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കുറച്ചൊരു ഓവറോൾ വെൽനെസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കുഴപ്പമില്ല, ജോലിയൊക്കെ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും കാത്തിരിപ്പാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട്. ഇത്രയും സ്നേഹം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതായത് കരുതി വെച്ചിരുന്നല്ലോ എന്നാണ്. സ്നേഹം ഉണ്ടെന്നറിയാം, എങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിങ്ങനെ തളർന്നു പോകാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജസ് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ട്, ഇനിയും പെട്ടെന്ന് ചേച്ചി തിരിച്ചു വരട്ടെ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആകും. നമ്മുടെ പോസിറ്റീവ് എനർജി കൂടുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് വരണം. നിങ്ങളുമായിട്ട് എനിക്ക് പഴയ പോലെ തന്നെ വീഡിയോസിലൂടെ പരസ്പരം കാണാനും സംസാരിക്കാനും അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ സത്യത്തിൽ ബോറടിച്ചിരിക്കുമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. കാര്യം നമ്മൾ കുക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അടുക്കളയിൽ കയറണം, എത്രയും പെട്ടെന്ന് കുക്ക് ചെയ്ത് തുടങ്ങണം, യാത്ര ചെയ്യണം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളും കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങുക. നമ്മൾ ഒന്നിച്ച് ഈ ജേണി വീണ്ടും ആരംഭിക്കും. വെള്ളം 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബീട്രൂട്ട് ഇടിയപ്പമല്ലേ ചെയ്യുന്നത്. ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലിട്ട്, ഇത് തിളയ്ക്കുന്ന ഈ വെള്ളത്തിലിട്ട് അതും കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ പോകുന്നത്. കുറച്ച് വലിയ പീസസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്, കുഴപ്പമില്ല, ഇത് മതിയാകും. തിളയ്ക്കട്ടെ. അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞത് നോക്കിയാൽ എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ സത്തെല്ലാം വെള്ളത്തിലിറങ്ങി, കളറ് മാറി. ഇനി ഇത് നമുക്കതിൽ നിന്നും ഊറ്റി മാറ്റാം. ജസ്റ്റ് ഇങ്ങനെ കണ്ണാപ്പ വെച്ച് കോരി എടുത്താൽ മതി. അത് ഒരുപാടൊന്നും ഇല്ലല്ലോ, ഒരു 1/2 ബീട്രൂട്ടാണ്, ഒരു മീഡിയം സൈസ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന മാവ്, ഇത് വെട്ടി തിളയ്ക്കുന്ന ആ ഒരു ഭാഗം, തീ അല്പം കുറച്ചിട്ട് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തവിയുടെ ബാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത്, തവിക്കണ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ. തീ ഓഫ് ചെയ്യാം. ഒരല്പം നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. നെയ്യോ എണ്ണയായാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യാണ് കുറച്ചുകൂടെ ഹെൽത്തി. കുറച്ച് മതി, ഒരു ടീസ്പൂൺ. അപ്പോൾ നെയ്യും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇളക്കൽ കഴിഞ്ഞാൽ ഇനി വേറൊന്നുമില്ല, അത് അല്പം ഒന്ന് തണുക്കാനായിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. മാവൽപ്പം തണുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തു. നല്ലതായിട്ട് സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മുടെ സേവനാഴിക്കകത്താക്കി ഇടിയപ്പം പിഴിയുന്ന പോലെ പിഴിയാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രവും കൂടെ റെഡി. അപ്പം തുടങ്ങാം. അല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് തടവുക. ഓക്കെ. നമുക്കിത് വേണമെങ്കിൽ നൂൽപുട്ട് പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വലിയ ഈ എന്താ പറയുക, പ്ലേറ്റിലൊക്കെ
വലിയ ഇടിയപ്പം മാതിരി ചെയ്യില്ല, അതാണ് നൂൽപുട്ട് പോലെ എന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, എത്ര സൈസ്. നല്ല പിങ്ക് മാവാണ്, ബീട്രൂട്ട് ഫ്ലേവേർഡ്. അത്യാവശ്യം ഓൾമോസ്റ്റ് തണുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി പിഴിഞ്ഞ് ഈ തട്ടിലേക്ക് മാറ്റാം. പക്ഷെ നിർബന്ധമില്ല, ചിലർ തേങ്ങ ഇടും, ചിലർ തേങ്ങ ഇടാണ്ടും ചെയ്യും. നമ്മളിവിടെ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് സാധാരണ ചെയ്യാറ്. അതുപോലെ എല്ലാം നമുക്ക് ചെയ്യാം. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു, നേരെ നമുക്ക് സ്റ്റീമറിലേക്ക് കയറ്റാം. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ 2 ട്രേ നിറച്ചായി കഴിഞ്ഞു. അപ്പോൾ 10 എണ്ണം കഴിഞ്ഞു. ഇതുപോലൊരു 10 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവ് ബാക്കിയുണ്ട്. വടിയിൽ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച്, നല്ല വെള്ളം തിളച്ചു തുടങ്ങിയല്ലോ, ഇനി ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം മതി. നല്ലൊരു സ്റ്റീം കയറി കഴിഞ്ഞാൽ ഓൾറെഡി കുക്ക്ഡാണല്ലോ, നമ്മളിങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് ഇളക്കിയല്ലേ എടുത്തേ, പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇതിങ്ങനെ ഇടിയപ്പം ഷേപ്പ്. അപ്പോൾ അല്ലാണ്ട് നമ്മളിപ്പോൾ നൂലപ്പം പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വീശപ്പം എന്നൊക്കെ പറയില്ല, അതാണെങ്കിൽ കുറച്ചുകൂടെ വലിയ പ്ലേറ്റിൽ നമ്മൾ തട്ട ഇഡ്ഡലിയൊക്കെ ചെയ്യണ പോലെ അതിനകത്ത് ഇങ്ങനെ വലുതായിട്ട് വട്ടത്തിന് ചെയ്താൽ അത് വേറൊരു ഭംഗിയാണ്. അതിപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങയൊന്നും ഇടേണ്ട ആവശ്യം തന്നെ ഇല്ല, പ്ലെയിനായിട്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ആഹാര രീതിയൊക്കെ കംപ്ലീറ്റ് മാറി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അരിയാഹാരമേ ഇല്ല, വളരെ കുറച്ചിട്ടുണ്ട് കാർബ്സ് എല്ലാം. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ഭക്ഷണം ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണ്ടേ. ഓരോരുത്തരുടെ ആവശ്യാനുസരണമാണ് മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ എനിക്കിതൊരു പെർമനൻറ്റ് മാറ്റമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായൊരു മാറ്റം എന്തായാലും ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനി ബാക്കി തക്കാളി സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്, ടൊമാറ്റോ സ്റ്റൂ. അതിനിപ്പോൾ ഉള്ളി ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു 4 പച്ചമുളക് വലുത്, 4 മുതൽ 6 പച്ചമുളക്, ഒരേ എരിവിനനുസരിച്ചിട്ടാകാം. 2 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറച്ചുണ്ട്, അല്ലെങ്കിൽ ഒരു 1-1.25 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞു കഴിഞ്ഞു. ടൊമാറ്റോ ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. അല്ല, വലുതായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ, കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ ഒരു 4 വരെ ആകാം. അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പം പെട്ടെന്ന് തന്നെ ആകാം. അതൊരു സൈഡിലേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി ഇത് ടൊമാറ്റോ സ്റ്റൂ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു, നമ്മുടെ സ്ഥിരം പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാം. ഏതെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയിലും ആകാം, സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഭയങ്കര ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒലിവ് ഓയിലും ചെയ്യും. പക്ഷേ ഒലിവ് ഓയിൽ അങ്ങനെ ഒരുപാട് ചൂടാക്കുന്നത് അത്ര നല്ലതല്ല. സാലഡ്സ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ല, മാരിനേഷൻ അങ്ങനത്തെ കാര്യം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അല്ലാത്ത എള്ളെണ്ണ അങ്ങനത്തെ കാര്യങ്ങളിൽ വേണമെങ്കിലും ചെയ്യാം. ഗ്രൗണ്ട്നട്ട് ഓയിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. നന്നായി പൊട്ടുന്നുണ്ട്. നമുക്ക് വറ്റൽ മുളകും കൂടി മുറിച്ചിടാം. 3-4 ആകാം. കളറെല്ലാം മാറി തുടങ്ങുന്നു ഉലുവയുടെ, പെട്ടെന്ന്. ഓക്കെ, കറിവേപ്പില. ഇനി ഇഞ്ചി അരിഞ്ഞതും, വെളുത്തുള്ളി ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്. ഇഞ്ചി ഏകദേശം ഒരു 1-1.25 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇതിപ്പോൾ ഒരു 4-5 പച്ചമുളക് അല്ലെങ്കിൽ 6, എത്രയാണെങ്കിലും കുഴപ്പമില്ല, എരിവിനനുസരിച്ച്. ഉലുവയുടെ ഒക്കെ മണം ഇങ്ങനെ ഇങ്ങനെ റെഡിയായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട് ആ ഫ്ലേവർ. എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 2 മീഡിയം സൈസ് സവാള. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് സ്റ്റ്യൂ, ടൊമാറ്റോ സ്റ്റ്യൂ. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലല്ലോ, വ്യത്യാസമാണത്. ഇനി വേറെ കാര്യം പറയാം. ഇതിങ്ങനെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ച് വെക്കണം. അപ്പോൾ അരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. 1/2 കപ്പ് തേങ്ങ ചെറിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല അറിയാമല്ലോ, നമ്മുടെ മിക്സറിലൊക്കെ കിടക്കുന്നതാണ് പൊട്ടുകടല. അത് പിന്നെ അതിൻ്റെ കൂടെ വെള്ളത്തിൽ കുതിരാൻ ഞാൻ വെച്ചിരുന്നു കുറച്ച് അണ്ടിപ്പരിപ്പ്, 25 ഗ്രാം അണ്ടിപ്പരിപ്പ്.
ഇനി ഇത് മാത്രമായിട്ടും വേണമെങ്കിൽ ചെയ്യാം, 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് മാത്രമായിട്ടും ചെയ്യാം, 50 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ പൊട്ടുകടല വേണ്ട. പക്ഷേ ഇതും കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം കശകശ എന്ന് പറഞ്ഞാൽ അതെ പോപ്പി സീഡ്സ്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കൊള്ളാം. 1 ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 to 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ആണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഏതാണ്ടൊരു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ തരിതരിപ്പായിട്ട് ഇച്ചിരി കൂടെ. അപ്പോൾ ഇങ്ങനെ വാടി ഏതാണ്ട് കളർ മാറാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്കൊരു 1, 2, 3, 4 ചെറിയ എന്താ പറയുക ഗ്രാമ്പു, ഒരു 3 or 4 ഏലക്ക, പിന്നെ പട്ടയുടെ 2 പീസ് മുറിച്ചിടുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയാണ് ടൊമാറ്റോ ചേർക്കാൻ പോകുന്നു. ഒരുപാട് വെന്ത് കുഴഞ്ഞ് പേസ്റ്റൊന്നും ആകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി ഇതുമായിട്ടെല്ലാം ഒന്ന് ചേർന്ന് വരണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊരു സ്റ്റ്യൂ ആയതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതല്പം ഉപ്പ് ചേർക്കാം, ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർക്കാം. ആദ്യം കുറച്ച് ചെറിയ രീതിയിലിടാം. നമ്മൾ അരച്ച് വരുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇടിയപ്പം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണം. ബൈ ദ ടൈം നമ്മുടെ കറിയും റെഡിയായി വരണമല്ലോ. പകുതി 1/4 ഭാഗം എത്തി കഴിഞ്ഞു. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ഈ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഈ തേങ്ങയുടെ കൂട്ട് ചേർക്കുന്നത്. ഇതെല്ലാം തിക്കനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കുറുകും. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിതിലേക്ക് ചേർക്കും. ഇനി ആവശ്യാനുസരണം ഉപ്പ് ക്രമീകരിക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് റെഡിയായി വരും. അപ്പോൾ ടൊമാറ്റോ കുറച്ചുകൂടി ഒന്ന് വേകും. അപ്പോൾ അതിൻ്റെ കുറച്ച് പുളിയെല്ലാം ഇതിലേക്ക് ഇറങ്ങി വരും. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇനി ഇച്ചിരി കൂടെ വെള്ളം വേണം. കരുതി നോക്കിയാൽ നല്ല തിക്കാണ്. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. കുറച്ചുകൂടി കുറുകും. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് 3 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. തിളയ്ക്കട്ടെ. ഉപ്പ് ആവശ്യാനുസരണം ഇനിയും ചേർക്കാം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ നല്ല തിള വരുന്നു. നോയിക്കോട്ടെ. ഇനി ഇച്ചിരി കുരുമുളക് പൊടി. അപ്പോൾ എരിവിന് ഇപ്പം തന്നെ നല്ല എരിവുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. 4 എണ്ണം ഞാൻ ചേർത്തത്. ഇപ്പോൾ ദേ പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ഒരു ക്രമത്തിന് ചേർക്കുക. ഇപ്പോഴും തന്നെ നല്ല കുറുകലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇനിയും വെള്ളം ഒഴിക്കാം. കാര്യം അത്രയ്ക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ അത്ര ആവശ്യമുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഫുള്ളില്ല, അതിനെക്കാട്ടിലും കുറച്ച് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ബാലൻസിങ് ആക്റ്റാണിത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം. ഓക്കെ, ടൊമാറ്റോ ഒക്കെ കുറേ എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. പക്ഷേ പീസസ് കാണുകയും ചെയ്യാം. അങ്ങനെ പേസ്റ്റി ആകരുത്. ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു ബേജ് കളർ പോലെ ഇരിക്കുന്നില്ലേ കാണുമ്പോൾ ടോട്ടൽ. അപ്പോൾ വെള്ളം ആവശ്യാനുസരണമാണ്. 3, 4, 5 കപ്പ് ഒഴിച്ചാലും തെറ്റില്ല. നമുക്ക് എത്ര കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു തളയും കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ തീ ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സ്റ്റൂ ഈസ് റെഡി. ഓഫ് ചെയ്തു. ഇനി വേറൊരു കാര്യം പറയാം. നമ്മുടെ ഇടിയപ്പം തുറന്ന് നോക്കാം. പിങ്ക് മാവാണെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ആ പിങ്ക് കളറായിരിക്കില്ല നമ്മുടെ ഇടിയപ്പത്തിന്. കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ടൊമാറ്റോയുടെ കറി കളർ എന്താണ്, ഈ ഒരു ടൊമാറ്റോ സ്റ്റൂവിൻ്റെ അതിന് കറക്റ്റ് ചേരുന്ന രീതിയിലുള്ളൊരു കളറായിട്ട് മാറും. ആ ഒരു മാജിക്ക് കാണാം. യെസ്, നോക്കി ഒരു ലൈറ്റ് ക്രീമിഷ് ഒരു ബേജ് കളറിലല്ലേ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സ്റ്റൂവിൻ്റെ കളറും ബീട്രൂട്ട് ഇടിയപ്പത്തിൻ്റെ കളറും സെയിം. ചൂട് ഇടിയപ്പം മിസ് റെഡി. ബീട്രൂട്ട് ഇടിയപ്പം. അപ്പോൾ ആ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഒരു ബീട്രൂട്ടിൻ്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റൊന്നും വരില്ല. ഓവറായിട്ട് കുത്തലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഹെൽത്തിയാണ്. കാരണം ആ ബീട്രൂട്ടിൻ്റെ
ഒരു സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തത്. അപ്പോൾ സാധാരണയിൽ നിന്ന് ഇതൊരു ചോളപ്പുട്ടിൻ്റെയൊക്കെ മാവിൻ്റെയൊക്കെ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ദറ്റ് ഈസ് ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ് ആണിത്. അപ്പോൾ ഹെൽത്തി ഇപ്പോൾ എല്ലാം ഹെൽത്തിയുടെ കാര്യങ്ങളുടെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ ഒരു തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിരിക്കും നമ്മൾ ബീട്രൂട്ടിൻ്റെ സ്റ്റോക്കിൽ ചെയ്താൽ. അതിനൊരു വെറൈറ്റി അല്ലേ, ടേസ്റ്റിനും ഡിഫറെൻ്റാണ്, ഹെൽത്തിയുമാണ്. ഇത് മാറ്റാം. ഇനി ബാക്കി മാവിൽ ഇതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റൂവും റെഡിയാണ്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതിന് ഇടിയപ്പം 1 by 1. നമ്മുടെ ഹെൽത്തി ഈ ഇടിയപ്പം ഇസ് റെഡി. ബീട്രൂട്ട് ഇടിയപ്പം. ആരെങ്കിലും പറയൂ ഇത് ബീട്രൂട്ടാണ് ഇതിനകത്ത് ഉള്ളതെന്ന്, അതിൻ്റെ സ്റ്റോക്കിലാണെന്ന് പറയില്ല. മാവിൽ ഒരു പിങ്ക് കളറുണ്ട്, പക്ഷേ സ്റ്റീം ചെയ്യുമ്പോൾ ഇങ്ങനെയാകും. നല്ല ബ്യൂട്ടിഫുൾ ഇടിയപ്പംസ് റെഡി. അങ്ങനെ നമ്മളുടെ ഗോൾഡൻ ഇടിയപ്പംസ് റെഡി എന്ന് തന്നെ പറയാം. ഒരു ഗോൾഡൻ കളറാണ് കിട്ടിയിരിക്കുന്നത്. നൈസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇനി ഇത് പാത്രത്തിൽ നിന്നും ഇത് ഇരിക്കുന്നതോറും കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയാണ്. ഇതൊരു 4 കപ്പ് വെള്ളത്തിൽ കൂടുതൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിരുന്നു. നിങ്ങൾക്കൊരു 5 ഇത്രയും കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് തിളപ്പിച്ചാൽ മതി അടുപ്പിൽ നിന്നും ഇറക്കുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കിയെടുത്താലും മതി. ഈ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ടൊമാറ്റോയുടെയൊക്കെ ഒരു അളവ് എങ്ങനെയാണ്, എത്ര വെന്തിട്ടുണ്ട് അതെല്ലാം കാണുക. അതേപോലെ തന്നെ ചെയ്യുക. കുറച്ച് എക്സ്ട്രാ മല്ലിയില. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗോൾഡൻ ഇടിയപ്പം ബീട്രൂട്ട് ഇടിയപ്പം തന്നെയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി വേർഷനാണ്. പിന്നെ അതിനോടൊപ്പം ടൊമാറ്റോ സ്റ്റൂ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഒരു സിംഗിളായിട്ട് എടുത്ത് വയ്ക്കുന്നു. ഒരെണ്ണം കൂടി വയ്ക്കാം. ഓക്കെ, ഈ രീതിയിൽ സെർവ് ചെയ്യാം. അങ്ങനെ നല്ല യമ്മി ഐറ്റം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ഹെൽത്തി വേർഷൻ എന്ന് പറയാം. ഇങ്ങനെ ഒരു ടൊമാറ്റോ സ്റ്റൂവിൽ കുതിർന്നിരിക്കുന്ന സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സ്റ്റൂ അല്ല. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറിലെ ഇടിയപ്പവും ഒരു ഏകദേശം ഒരു ബേജ് ഗോൾഡൻ കളർ തന്നെയാണ് നമ്മുടെ കറിയുടെ കളറും. ഓക്കെ, ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ വായിലിട്ടാൽ അലിഞ്ഞു. ടു ഗുഡ്, ഭയങ്കര ടേസ്റ്റാണ്. ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ടൊമാറ്റോ സ്റ്റൂ. വെരി ഈസി. പിന്നെ വീട്ടിലെപ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ മാവെല്ലാം അവൈലബിൾ ആയിരിക്കില്ലേ, അതായത് നമ്മളിപ്പോൾ പുട്ട്, ഇടിയപ്പം, അപ്പം ഇതെല്ലാം സ്ഥിരം പത്തിരി മാവൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ എടുക്കുക, ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നല്ലത്, അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ എൻ്റെ പുതിയ എന്താ പറയുക, ഒരു ന്യൂ എൻട്രി പോലെ ഞാൻ വരികയാണ് നിങ്ങളുടെ അടുത്തേക്ക്. പുതിയൊരു രൂപത്തിലും ഭാവത്തിലും കുറച്ച് വണ്ണമൊക്കെ കുറഞ്ഞു തന്നെയാണ്. എന്നെ കാഴ്ചയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ഡയറ്റ് ഡിഷസ് മാത്രമായിരിക്കില്ല. പക്ഷേ എൻ്റെ ഡയറ്റ്, ഇപ്പോഴത്തെ ഡയറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് മെനുവും ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് വേറെ എല്ലാ ദിവസവും ഒരുപോലെ കഴിച്ചാൽ ബോറടിക്കില്ല. അപ്പോൾ വ്യത്യാസമായിട്ടാണ് പല ദിവസങ്ങളും, അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.